എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു 3 മോട്ടോർ സൈക്കിൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വണ്ടി 2005 മോഡൽ ഹോണ്ട യൂണിക്കോൺ ആണ്. CB യൂണിക്കോൺ, അത് സിറ്റി ബൈക്ക് യൂണിക്കോൺ എന്ന് പറയാം. ഫസ്റ്റ് ജനറേഷൻ യൂണിക്കോൺ ആണ്. അപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ OLXിലും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും കിട്ടാനുണ്ടാവും. അപ്പോൾ ആ വാഹനം നോക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. വാഹനത്തിന് നമ്മുടെ ഇപ്പോൾ ഡിയോയിൽ അല്ലെങ്കിൽ ആക്റ്റീവിൽ വരുന്ന പോലെ തന്നെ സെയിം ടു സെയിം മിററാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് വൈസർ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് പോർഷൻ വളരെ വലുതാണ്. അതിൽ 3 പാർട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ട് സൺഷീൽഡ് വരുന്നുണ്ട്, വൈസറിൻ്റെ സൈഡ് പീസുകൾ വരും, പിന്നെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ട് ഹെഡ്ലൈറ്റ് ആണ്. അത് ചില ആൾക്കാർ ഫിലിപ്സിൻ്റെയൊക്കെ മേടിച്ചിരുന്നുണ്ട്. പിന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ബൾബാണ്, യെല്ലോ ലൈറ്റ് ആയിരിക്കും. അതുകൂടാതെ സെമി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. നമുക്കൊരു 27 mm വീതിയുള്ള സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല റൈഡ് ക്വാളിറ്റി ഉള്ളതാണ്, സ്റ്റെബിലിറ്റി ഉള്ള സസ്പെൻഷനാണ് നമുക്ക് യൂണിക്കോണിൽ കിട്ടുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. അതുകൂടാതെ ഇത് ഫസ്റ്റ് ജനറേഷൻ യൂണിക്കോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. അലോയ് വീൽസ് ഈ മോഡൽസിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സ്പോക്ക് വീൽസ് ആയിരിക്കും. 18 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല, ട്യൂബ്ഡ് ടയേഴ്സാണ് നമുക്ക് ഫസ്റ്റ് മോഡലിലെല്ലാം കിട്ടുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിനുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തുള്ള ഡിസ്ക് ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ ടയറിൻ്റെ സൈസ് കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള മഡ് ഗാർഡാണ് ഫ്രണ്ട് നമുക്ക് ലഭിക്കുന്നത്. ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണത്. എനിക്ക് തോന്നുന്നു 2.75 18 ആണെന്നാണ് തോന്നുന്നത്. ഞാനത് ക്ലോസപ്പ് ആയിട്ട് വീഡിയോയിൽ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഈ മോട്ടോർ സൈക്കിളിന് ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1340 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 176 mm ആണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എത്ര മോശപ്പെട്ട റോഡിലൂടെ ഓടിച്ചാലും അടിതട്ട് കാര്യങ്ങളൊന്നുമില്ല. ടോട്ടൽ വെയിറ്റ് വരുന്നത് 146 കിലോഗ്രാമാണ് വണ്ടിയുടെ ആകെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. കാരണം ഇത്രയും വലിയ എഞ്ചിനും ബോഡി പാർട്സ് എല്ലാം ഉള്ളതാണ്, ഇത്തിരി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 അടിക്ക് മേളിൽ പൊക്കമുള്ള 5'2" തൊട്ട് മേളിലേക്ക് പൊക്കമുള്ള ആൾക്കാർക്കാണ് സുഖമായിട്ട് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. അതുകൂടാതെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. നമ്മുടെ യമഹയിലൊക്കെ പോലെ തന്നെ ഫസ്റ്റ് ഡൗണും ബാക്ക് അപ്പായിട്ടുള്ള ട്രാൻസ്മിഷനാണ് വണ്ടിയിൽ വരുന്നത്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്ററാണ് വരുന്നത്. അതിൽ 1.5 ലിറ്ററോളം റിസർവ് പോകുന്നതാണ് വണ്ടിയിൽ. ഗ്ലോസി ബ്ലാക്ക് കളറുള്ള ടാങ്കിന് നമുക്ക് ആദ്യത്തെ മോഡലൊക്കെ ആണെങ്കിൽ സ്റ്റിക്കർ ആയിരിക്കും ഹോണ്ടയുടെ ബാഡ്ജിങ്. രണ്ടാമത്തെ മോഡലിലോട്ട് നമുക്ക് 3D ബാഡ്ജിങ് വരുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 795 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സീറ്റ് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. റിയർ ഗ്രാബ് റെയിൽ വരുന്നത് നല്ല വീതിയുള്ള ഗ്രാബ് റെയിലാണ്. രണ്ടാമതിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് കൈയെത്തിച്ച് പിടിക്കാവുന്നതാണ്. പിന്നെ വാഹനത്തിന് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ തൈ സപ്പോർട്ടാണ്. അതുകൂടാതെ സീറ്റിംഗ് പൊസിഷനുമാണ്, പക്ക സീറ്റിംഗ് പൊസിഷനാണ് വണ്ടി നമുക്ക് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇടത്തെ സൈഡിൽ നമുക്ക് സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിമ്മ് ബ്രൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ച്, പാസിൻ്റെ സ്വിച്ച്, ചോക്കിൻ്റെ സ്വിച്ച്, ഇത്രയും കാര്യങ്ങൾ ഇടത്തെ സൈഡിൽ വരുന്നുണ്ട്. വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചുമാണ് വരിക. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനലോഗ് മീറ്ററാണ് വരിക. ഇടത്തെ സൈഡിൽ നമുക്ക് RPM മീറ്റർ കിട്ടുന്നുണ്ട്. നടുവിലായിട്ട് സ്പീഡോമീറ്റർ വരുന്നുണ്ട്. സ്പീഡോമീറ്ററിൽ തന്നെ നമുക്ക് കിലോമീറ്ററും ട്രിപ്പ് മീറ്ററും വരുന്നുണ്ട്. ട്രിപ്പ് മീറ്ററിൽ ഈ മോഡലില്ല. നോർമലായിട്ടുള്ളൊരു കീ ആണ് നമ്മുടെ വണ്ടിയിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. വണ്ടിയുടെ എഞ്ചിൻ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞുതരാം. 150 cc ആണ് വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ സ്പാർക്ക് പ്ലഗിലാണ് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാക്സിമം പവർ വരുന്നത് 13.3 bhp ആണ്. 13 Nm ടോർക്ക് വരുന്നുണ്ട്. നമുക്കൊരു 55-നും 60-നും ഇടയിൽ വണ്ടിക്ക് മൈലേജ് ലഭിക്കുന്നതാണ്. മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റമാണ്. നമുക്ക് യമഹയിലൊക്കെ പോലെ തന്നെ ഫസ്റ്റ് ഡൗണും ബാക്കിയെല്ലാം മേളിലേക്കുള്ള ഗിയർ സിസ്റ്റമാണ്. വെറ്റ് മൾട്ടിപ്പിൾ ക്ലച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ റബ്ബർ മൗണ്ടഡ് ആയിരിക്കും. പക്ഷേ ആ ഫുഡ് റെസ്റ്റ് എന്ന് പറഞ്ഞ പോർഷൻ എല്ലാം തന്നെ അലൂമിനിയം തന്നെയാണ്. റിയർ ഇൻബിൽറ്റ് നമ്മുടെ സാരി ഗാർഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചെയിൻ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയിൻ കവർ ഫുൾ മെറ്റൽ ചെയിൻ കവറാണ് നമ്മുടെ വണ്ടിക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ്, മെയിൻ സ്റ്റാൻഡ് എല്ലാം തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിയർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ചെയിൻ സ്പോക്കറ്റിനെ കുറിച്ച് പറയാം. 44 ടീത്തുള്ള വലിയ ചെയിൻ സ്പോക്കറ്റാണ് വണ്ടിയിൽ വരുന്നത്. റിയർ സൈഡ് ടെയിൽ ലാമ്പ് വരുന്നത് ഇതുപോലെ വീതിയുള്ള ടെയിൽ ലാമ്പാണ്. അതിന് ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയർ സൈഡ് ഇൻഡിക്കേറ്റേഴ്സിലും ഹാലജൻ ബൾബുകൾ തന്നെയാണ്. നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാരണം വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് സസ്പെൻഷനാണ്. മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത് ഏകദേശം ഒരു 5 പോയിൻറ്റോളം നമുക്ക് ആവശ്യം പോലെ അതിൻ്റെ ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റിയർ സൈഡ് സസ്പെൻഷൻ മോണോഷോക്ക് ആയതുകൊണ്ടാണ് ഇത്രയധികം റൈഡിങ് കംഫർട്ട് കിട്ടുന്നത് വാഹനത്തിന്. അത്യാവശ്യം വെയിറ്റുള്ള ആളുകൾ ഇരുന്ന് ഓടിച്ചാൽ പോലും ഒട്ടും നടുവേനെടുക്കാത്തൊരു പൊസിഷനിങ്ങും അതുപോലെ തന്നെ ഒരു റൈഡിങ് കംഫർട്ടും ഹാൻഡ്ലിങ്ങുമാണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. അതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റും
ഈ സസ്പെൻഷനും പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ്ങും ഫ്യൂൽ ടാങ്കിൻ്റെ ഷേപ്പ് എല്ലാം തന്നെ ഇത്രയും റൈഡിങ് കംഫർട്ട് കിട്ടാൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. റിയർ സൈഡ് നമുക്ക് 18 ഇഞ്ച് വീൽ തന്നെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്സ് ലഭിക്കുന്നുണ്ട്. റിയർ സൈഡ് വീലാകുമ്പോൾ റിയർ സൈഡ് വീൽ ഇത്തിരി വണ്ണുള്ള വീലാണ് വരുന്നത്. മറ്റേത് 90-18 വന്നപ്പോൾ ഇത് 100-90-18 പൊടിക്ക് മണ്ണുള്ള വീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡും ട്യൂബ്ലെസ് വരുന്നില്ല, ട്യൂബ്ഡ് ടയർ തന്നെയാണ്. വളരെ വലിപ്പമുള്ളതും ബാരൽ ടൈപ്പുള്ള ഒരു കിഡിലൻ സൈലൻസർ നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഈ ഇത്ര സ്പോർട്ടി ആയിട്ടുള്ള ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് വരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈലൻസർ തന്നെയാണ്. പിന്നെ ഓൾറെഡി ഇതൊരു ആദ്യത്തെ മോഡലായതുകൊണ്ട് ഇതിന് സെൽഫ് സ്റ്റാർട്ട് അവൈലബിൾ അല്ല, കിക്ക് സ്റ്റാർട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള മോഡലാണെന്ന് ഞാൻ ഈ കാണിച്ചു തരുന്നത്. പിന്നെ ഇതാണ് ബ്രേക്ക് പാഡിൽ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് ഇതിൽ വരുന്നത്. കാറ്റലിക് കൺവെർട്ടർ പരിപാടികളൊന്നും നമ്മുടെ വണ്ടിയിൽ വരുന്നില്ല. പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ ഹോണും ക്രാഷ് ഗാർഡും എല്ലാം തന്നെ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ സിംഗിൾ ഹോൺ വെച്ചിട്ട് രണ്ട് സൈഡിൽ 2 ഹോണാണ് വണ്ടിയിൽ ലഭിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതൊരു അത്യാവശ്യം ഓടിയേക്കണ വണ്ടിയാണ്, അപ്പോൾ അത്ര ക്ലിയർ ആയിരിക്കില്ല എന്നാൽ സൗണ്ട് അറിയാം. 2005 എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2024 20 വർഷം 19 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ്, അപ്പോൾ അത്ര ക്ലിയർ ആയിരിക്കില്ല സൗണ്ട്. എന്നാലും നമുക്കൊന്ന് സൗണ്ട് കേട്ട് നോക്കാം. ക്യാമറ ഇത്ര അടുപ്പിച്ച് പിടിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇത്ര അടുപ്പിച്ച് പിടിക്കണമെന്ന് ഇത്ര വൈൽഡായിട്ടുള്ള സൗണ്ട് ചെയ്യും. പക്ഷേ വണ്ടിയിൽ നിന്ന് നമ്മളിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇത്ര ഭീകരമായിട്ടുള്ള സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ മൈൽഡായിട്ടുള്ള സൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എടുത്ത് പറഞ്ഞാൽ മറ്റു കാരണം വെച്ചാൽ ഇതിൻ്റെ സൈലൻസറാണ്. സൈലൻസറിൻ്റെ സൗണ്ട് വളരെ മിനിമലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി സൈലൻസറിന് കുറച്ചുകൂടി ആ ബേസുള്ള സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും സൗണ്ടേ ഇല്ല എന്ന് പറയാം സൈലൻസറിൻ്റെ ഭാഗത്ത്. എന്താ പറയുക, ഒത്തിരി കൊടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടു ചെറിയൊരു ബീറ്റ് ഇടുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ജനറേഷൻ്റെ വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആ വീഡിയോ ആണ് നിങ്ങൾക്ക് സൗണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കുറേ കൂടി സൈലൻ്റ് ആണ് സെക്കൻഡ് ജനറേഷൻ. ഇത് ഫുള്ളി ലൗഡായിട്ടുള്ള സൗണ്ടാണ് വന്നത്. പക്ഷേ എഞ്ചിൻ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയും പഴക്കവും ഇത്രയും നാൾ ഓടിയ വണ്ടി ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. എന്നാലും തന്നെ നല്ല ബാക്ക് സസ്പെൻഷനൊക്കെ നോക്കിയെടുക്കുക, വർക്കിംഗ് ആയുള്ള സസ്പെൻഷൻ നോക്കിയെടുക്കുക. അതുപോലെ തന്നെ എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും വലിയ കലിപ്പില്ലാത്ത വണ്ടികൾ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് കിട്ടും. വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരാത്തൊരു സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ 2 പേരും ഇപ്പോൾ എന്താ പറയുക, പാരൻസും ഒരു കൊച്ചും ഉണ്ടെങ്കിൽ സുഖമായിട്ടൊന്ന് യാത്ര 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി തന്നെയാണ് ഹോണ്ട യൂണിക്കോൺ. നിങ്ങൾക്ക് 2005 വണ്ടി 2006 2007 20,000 താഴെ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ യൂണിക്കോണിൻ്റെ വിശേഷങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി നോക്കി തന്നെ എടുക്കുക. എഞ്ചിൻ ക്വാളിറ്റി, സസ്പെൻഷൻ, ടയേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കുക. ബോഡി ക്വാളിറ്റിക്ക് ഇത്രയും വണ്ടി ഓടിയോണ്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളും കൊടുക്കാനുള്ളത് ഇത് ഫസ്റ്റ് ജനറേഷൻ കിക്ക് സ്റ്റാർട്ടുള്ള മോഡലാണ്. നമുക്ക് ഇതിൽ സെൽഫ് അവൈലബിൾ അല്ല. ഇതിൻ്റെ ആകെ എക്സ്പെക്ട് ചെയ്യുന്ന വില വെറും 20,000 രൂപ മാത്രമാണ്. അത്യാവശ്യം നല്ല എഞ്ചിൻ ക്വാളിറ്റി, ബോഡി ക്വാളിറ്റിയൊക്കെ ഉള്ള വണ്ടിയാണ്. വേറെ കലിപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസം ഓടിച്ചു നടന്നിട്ട് എനിക്കൊരു 50-55 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അത് നിങ്ങൾ വിളിച്ചിട്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വരിക. അതുകൂടാതെ ദൂരമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു തരാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഫുൾ പേയ്മെൻറ്റ് ആദ്യമേ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരണം. അപ്പോൾ മൊബൈലിൽ വിളിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന നോർത്ത് പറവൂരാണ്, എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി മാവഞ്ചൂർ